5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. മതവും ആത്മീയതയും നല്ല രസകരമായ ഒരു ചിന്തയാണ്. മാനവരാശി ഉണ്ടായ കാലം മുതൽ മതം എന്ന കാഴ്ചപ്പാടില്ല. അതേസമയം ആത്മീയ കാഴ്ചപ്പാട് വളരെ തുടക്കം മുതലേ ഉണ്ട്. ഋഷീശ്വരന്മാരുടെ കാലഘട്ടം മുതൽ ആചാര്യന്മാരുടെ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ മതത്തിനപ്പുറമായി ആത്മീയത എന്ന കാഴ്ചപ്പാടുണ്ട്. ഇപ്പം നമ്മൾ വേദങ്ങൾ പരിശോധിച്ചാൽ അതിനകത്ത് മതത്തെക്കുറിച്ചുള്ള അങ്ങനെ ഒരു വലിയ അഭിപ്രായമൊന്നും പറയുന്നില്ല. തീർച്ചയായും അവിടെ ആത്മീയ കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് മനുഷ്യന് ഭൗതിക ജീവിതത്തിനോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിന് അപ്പുറമുള്ള പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധവും പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും അതിൽ പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളുമായിട്ട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ആത്മീയതയായി ബന്ധപ്പെടുന്നത്. പിന്നെ ആത്മാവ്, ജീവൻ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. പിന്നെ സ്വന്തമായ ആത്മാവുണ്ടെങ്കിൽ, ഓരോരുത്തർക്ക് ആത്മാവുണ്ടെങ്കിൽ അത് ജീവാത്മാവെന്ന് പറയാം. അത് പ്രപഞ്ചത്തിന് ഒരു ആത്മാവുണ്ടെങ്കിൽ, സോൾ ഉണ്ടെങ്കിൽ അതിന് പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവെന്ന് പറയാം. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ആത്മീയ ലോകം പോകുന്നത്. അതിൽ ഈശ്വരൻ എന്ന സങ്കല്പവും കാഴ്ചപ്പാടും കൂടി കയറി വന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിന് ശക്തിയുണ്ടെന്നും ആ ശക്തി ആരെ നിയന്ത്രിക്കുന്ന നമ്മളല്ല എന്നൊക്കെ പറയുന്ന വേറെ തരത്തിലേക്ക് പോകുന്നുണ്ട്. അത് സബ്ജക്റ്റീവായി പോകുന്ന, ആത്മനിഷ്ഠാപരമായി പോകുന്ന ഒരു മേഖലയാണ്. മതം കുറച്ചുകൂടി വ്യത്യസ്തമായി മാറി പോകേണ്ടതും വേറൊരു തലത്തിലേക്ക് പോകുന്നതുമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരുപക്ഷെ ആത്മീയ തലത്തിലേക്ക് ജനങ്ങൾക്ക് ഉയരുവാൻ, ആളുകൾക്ക് മാറുവാനായിട്ട് മതത്തിൻ്റെ ഗ്രന്ഥങ്ങളും മതത്തിൻ്റെ സംവിധാനങ്ങളും സംഹിതകളും കുറേ സഹായമാകുമായിരിക്കും. പക്ഷെ മതം എന്ന് പറയുമ്പോൾ പലപ്പോഴും മനുഷ്യരെ ചേരിതിരിച്ച് ചിന്തിപ്പിക്കുവാനും മനുഷ്യരെ ഇടുങ്ങിയ അറകളിൽ നിർത്തുവാനും ചിലപ്പോഴെങ്കിലും സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിച്ചാൽ, മനുഷ്യരങ്ങനെ ചിന്തിച്ചാൽ, നമുക്ക് കിട്ടുന്ന തത്വശാസ്ത്രത്തിനനുസരിച്ച് നമ്മളങ്ങനെ ചിന്തിച്ച് പോയാൽ പ്രശ്നമാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കുടുംബമായൊരു വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അവരവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് തന്നെയല്ലേ നമ്മൾ പല രൂപത്തിലും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന പോലെ തന്നെ വലിയൊരു സമൂഹമാകുമ്പോൾ തീർച്ചയായിട്ടും പല രൂപത്തിലുള്ള ചിന്തകൾ വരുന്നു. ഇപ്പോൾ ക്രിസ്ത്യാനിറ്റി വന്നിട്ടുണ്ട്. ക്രിസ്തു മതവുമായി ബന്ധപ്പെടുത്തി, യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ജീവിതചര്യയും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും. നബി ചക്രവർത്തിമാർ വന്നു, നബി തിരുമേനിമാർ വന്നു, നബിയുടെ വചനങ്ങൾ പറഞ്ഞു. അങ്ങനെ അന്ത്യപ്രവാചകൻ, അവസാന പ്രവാചകൻ എന്നുള്ള നിലയിൽ അവസാനം വന്ന നബി തിരുമേനി പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അവർ മുസ്ലിം വിഭാഗം ജീവിക്കുന്നു. അപ്പോൾ അവരെ നമ്മൾ മതം എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ജൂതമതം, ബുദ്ധമതം, ഇങ്ങനെ ആരെങ്കിലും, ബുദ്ധമതം എന്നൊരു മതമൊന്നുമില്ല, കാര്യം ബുദ്ധൻ ഒരു മതവും സ്ഥാപിച്ചിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ ജൈനമതം, നമ്മൾ മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ള അർത്ഥത്തിനും കൂടെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഇവരുടെയൊക്കെ ഈ പറയുന്ന ആളുകളുടെയൊക്കെ അഭിപ്രായമൊന്നോ ജീവിത രീതികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വശത്തേക്ക് പോകും മതം. ആത്മീയത കുറെ കൂടി ഉയർന്ന തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് നാസ്തികനും ആവശ്യമുണ്ട്, ആസ്തികനും ആവശ്യമുണ്ട്, ഭക്തിവാദിക്കും മുക്തിവാദിക്കും എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഈ ആത്മീയത. മതമെന്ന് പറയുന്നത് മതചിന്ത എല്ലാവർക്കും വേണമെന്നില്ല. കാരണം ഞാൻ ഇന്ന മതത്തിൽപ്പെട്ട ആളാണ്, ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഒക്കെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേസമയം ആത്മീയത എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന തലമാണ്. അത് ആത്മജ്ഞാനത്തിൻ്റെ തലമാണ്. അത് ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള, ഭൗതിക ജീവിതം പലപ്പോഴും ശാസ്ത്രത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും ലോകം എന്ന് പറയുന്നത് കണ്ടന്റ് ബേസ്ഡ് ആണ്, ഒബ്ജക്റ്റീവാണ്. അതേസമയം ഇത് സബ്ജക്റ്റീവാണ്. ആത്മനിഷ്ഠാപരമായ കാര്യങ്ങൾ സബ്ജക്റ്റീവാണ്. നമ്മുടെ വാസനകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ കർമ്മമണ്ഡലങ്ങൾ, നമ്മുടെ മനസ്സിൻ്റെ ഓരോ ഉദ്ദീപനങ്ങൾ, നമ്മുടെ വിജയിക്കുവാനുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, ആർത്തി, അത്യാർത്തി, ഇങ്ങനെ മനസ്സിൻ്റെ ഒരുപാട് ചിന്തകളും ചാഞ്ചല്യങ്ങളും ഒക്കെ ചേരുന്നതാണ് ആത്മീയ രംഗം വരുന്നത്. ഭൗതിക രംഗത്ത് അതല്ല വരുന്നത്. ഭൗതിക രംഗം തികച്ചും ഭൗതികമായ കാര്യങ്ങൾ, ഫിസിക്കലായിട്ടുള്ള, മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ, അത് ശാസ്ത്രത്തിൻ്റെ വേറൊരു വഴിയാണ്. അതുകൊണ്ട് തന്നെ ആത്മനിഷ്ഠാപരമായിട്ടുള്ള, സബ്ജക്റ്റീവായിട്ടുള്ള, പിന്നെ വിഷയാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ആത്മീയതയിൽ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തി എടുത്താലും അയാൾ ആത്മീയതയുള്ള ആളെന്ന് പറയേണ്ടി വരും. ഈവൻ കമ്മ്യൂണിസ്റ്റുകാർ പോലും ആത്മീയത ഉള്ളവരാണെന്ന് പറയേണ്ടി വരും. കാര്യം അവരൊരു ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാണ് ഞാനീ പറയുന്നത്, അല്ലാതെയുള്ള ഉടായ്പല്ല. അപ്പോൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ആലോചിച്ച് നോക്കുമ്പോൾ അവരൊരു ആശയത്തിൽ വിശ്വസിക്കുന്നു. മാർക്സിസം ലെനിനിസം എന്നൊരു ആശയത്തിൽ അവർ വിശ്വസിക്കുന്നു. മാവോയിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം മാവോയിസം എന്നൊരു ആശയത്തിൽ അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ പോലെ ഭൗതിക ജീവിതത്തിൻ്റെ കെടുതികൾ മാറ്റാൻ, ഭൗതിക ജീവിതത്തിനപ്പുറമുള്ള മാനവരാശിയുടെ മോചനത്തിന് വേണ്ടി എന്നാണല്ലോ ഈ തത്വശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയതയാണ്. അപ്പോൾ കമ്മ്യൂണിസവും കൃഷ്ണനും ഒക്കെ ഈ പറയുന്ന പോലെ ഒന്നാണെന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ ചർച്ചകൾ പോലും നടന്നിട്ടുണ്ട്. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവന്റെ ആത്മജ്ഞാനം മനസ്സിലാക്കാനും, ഞാൻ ആര് എന്നുള്ള കൺസെപ്റ്റ് അറിയുവാനും, അല്ലെങ്കിൽ ആ ചിന്ത കൊണ്ടുവരുവാനും, ആ ഞാൻ എന്നുള്ളത് ഒരു വ്യക്തിത്വമാണെന്ന് മനസ്സിലാക്കാനും, ആ വ്യക്തിത്വത്തിന് ആവശ്യമായ പ്യൂരിഫിക്കേഷൻ നടത്തുവാനും, സത്യസന്ധമായി ജീവിക്കുവാനും, സത്യം, നീതി, ന്യായം, സഹിഷ്ണുത, സഹകരണം, സഹാനുഭൂതി, കാരുണ്യം, അഹിംസ തുടങ്ങിയ നിരവധി സാമൂഹ്യവും കുടുംബപരവും വ്യക്തിപരമായ മൂല്യങ്ങൾ
മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമൊക്കെയാണ് ആത്മീയമായി മനുഷ്യർ ചിന്തിക്കേണ്ടത്. അപ്പൊ ആത്മീയതയുടെ വഴിക്ക് നീങ്ങണം. അത് എല്ലാവർക്കും ആവശ്യമുണ്ട്, എല്ലാവർക്കും ഉണ്ട് താനും. എന്താ ഇപ്പൊ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എടുത്താൽ അവർ പറയുന്ന ഒരു ആത്മീയതയുണ്ട്. എന്താണ്? പാരിഷത്തികതയാണ് അവരുടെ ആത്മീയത. പാരിഷത്തികത എന്ന് പറയുന്ന എങ്ങനെ അവർ ജീവിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ എന്ത് സമ്പത്തുണ്ടാക്കുന്നു, അതിനകത്ത് എന്തെല്ലാം കുഴപ്പമുണ്ടെന്നുള്ള കാര്യമല്ല ഞാനീ പറയുന്നത്. പാരിഷത്തികത എന്ന് പറയുമ്പോൾ ഒരു ലാളിത്യം, ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അതാണ് ആത്മീയത. അപ്പൊ അങ്ങനെ മനുഷ്യർക്ക് ആത്മീയത ആവശ്യമുണ്ട്. മതം മറ്റൊരു തലത്തിലുള്ളതാണ്, മതചിന്തകൾ വേറൊരു തലത്തിലുള്ളതാണ്. പക്ഷെ ആത്മീയ ചിന്തകളിലേക്ക് പോകാൻ പലപ്പോഴും മതങ്ങൾ സഹായിക്കുന്നുണ്ട്. ഈശ്വര ചിന്തകളിലേക്ക് പോകാൻ, ദൈവചിന്തകളിലേക്ക് പോകാൻ, പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ തീർച്ചയായിട്ടും മതം അതിൻ്റെതായ പങ്ക് നിർവഹിക്കുന്നുണ്ട്. എന്നാൽ അത് പുരോഹിതവർഗം വന്നപ്പോൾ സ്വാഭാവികമായി അത് ഞങ്ങളുടേതാണ്, ഒരു വിഭാഗത്തിൻ്റെതാണ്, ആ വിഭാഗം ഒഴിച്ച് എല്ലാ ബാക്കി വിഭാഗങ്ങളൊക്കെ കുഴപ്പമാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബാക്കി വിഭാഗങ്ങൾക്കെതിരെ അവരെ തകർക്കുന്ന, നശിപ്പിക്കുന്ന, ഇല്ലായ്മ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പോകുമ്പോഴാണ് ഈ വൈവിധ്യം ഇല്ലാതാകുന്നത്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാണ് ഭൂമി. എല്ലാ ജീവജാലങ്ങളും തമ്മിൽ വൈവിധ്യമുണ്ട്, മനുഷ്യർക്കിടയിൽ വൈവിധ്യമുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. അത് നിലനിൽക്കുമ്പോൾ തന്നെ, എല്ലാ വൈവിധ്യവും നിലനിൽക്കുമ്പോൾ തന്നെ അതിലൊരു ഏകത കാണുവാൻ, ഒരു യൂണിറ്റ് കാണുവാൻ, മാനവരാണെന്നുള്ളൊരു യൂണിറ്റ് കാണുവാൻ തീർച്ചയായും ആത്മീയതയ്ക്ക് കഴിയും. ഇത് തന്നെയാണ് സ്വാമി വിവേകാനന്ദനും രമണ മഹർഷിയും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും അയ്യാ ഗുരുവും അയ്യാ വൈകുണ്ഠസ്വാമികളും അങ്ങനെ തുടങ്ങിയ എല്ലാ മഹാരഥന്മാരും അല്ലെങ്കിൽ ആചാര്യന്മാരും ഗുരുക്കന്മാരും എല്ലാം പറയുന്നത് തീർച്ചയായിട്ടും സമ്പൂർണമായും ഞാനീ പറഞ്ഞ ആത്മീയതയാണ്. അല്ലാതെ ഒരു മതചിന്തയും ഇവരാരെയും സ്വാധീനിക്കുന്നുമില്ല, അവരൊരു മതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുമില്ല. അപ്പോൾ തീർച്ചയായും നമുക്ക് നല്ല ആത്മജ്ഞാനം, ആത്മനിഷ്ഠ, ആത്മീയത ആവശ്യമുണ്ട്. ഒരു സ്പിരിച്വൽ, നമുക്കൊരു ചിന്ത, മനസ്സിനെ ഒന്ന് പ്രകാശിപ്പിക്കുവാൻ, മനസ്സിനെ ചിന്തിപ്പിക്കുവാൻ ആത്മീയത ആവശ്യമുണ്ട്. അത് ഏത് രൂപത്തിലുള്ളതായാലും മനുഷ്യർക്ക് ആവശ്യമാണ്. മതം മറ്റൊരു സ്ട്രീമാണ്, മറ്റൊരു വഴിയാണ്, മറ്റൊരു ധാരയാണ്. അത് അതിൻ്റെ ധാരയിലേക്ക് പോകട്ടെ. രണ്ടും രണ്ടായി തന്നെ കണ്ടുകൊണ്ട് ആത്മജ്ഞാനമുള്ളവരായി, ആത്മനിഷ്ഠയുള്ളവരായി, ആത്മബോധമുള്ളവരായി നമുക്ക് മാറാം. അതിലേക്കാണ് മാനവരാശി ചിന്തിക്കേണ്ടത്.